നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. വിവിധ മണ്ഡലങ്ങളിൽ പ്രചരണങ്ങൾക്ക് തുടക്കം. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വിവാദം. പ്രമുഖ ഹോട്ടൽ വ്യാപാരി NMR റസാഖ് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. പൊതുസമ്മതനെ നിർത്തി വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ CPM. CPIയിൽ നിന്ന് പുറത്താക്കിയ CC മുകുന്ദൻ BJPയിൽ ചേർന്നു. നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയായേക്കും. BJP പാവപ്പെട്ടവർക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണെന്ന് CC മുകുന്ദൻ. CC മുകുന്ദനെ BJPയുടെ നെഞ്ചോട് ചേർക്കുന്നുവെന്ന് BJP വക്താവ് MN രാധാകൃഷ്ണൻ. നെന്മാറ MLA CPMലെ K ബാബു UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കി LDF സ്ഥാനാർത്ഥി K പ്രേമൻ. നെന്മാറ ഇടതുകോട്ടയാണെന്നും LDFൽ ആര് മത്സരിച്ചാലും ജയിക്കുമെന്നും K പ്രേമൻ. തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപ് തന്നെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെതിരെ പോസ്റ്റർ യുദ്ധം. ചേലക്കര മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിവെച്ച UR പ്രദീപ്. ഇത്തവണയും താൻ വിജയിക്കുമെന്നും സംസ്ഥാനത്ത് LDF തുടർഭരണമുണ്ടാകുമെന്നും UR പ്രദീപ്. ഷൊർണൂരിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം. ഷൊർണൂർ ചുടുവാലത്തൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന അമ്മയുടെയും മകളുടെയും കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. 2.5 പവൻ സ്വർണ്ണാഭരണവും 2000 രൂപയും മോഷണം പോയതായി വീട്ടുകാർ. ഷൊർണൂർ പോലീസ് ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് എന്നീ വിഭാഗങ്ങൾ പരിശോധന നടത്തി. ഷൊർണൂർ പോലീസ് SI അശ്വിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഒരു വീട്ടിൽ മോഷണ ശ്രമം നടന്നതായും പോലീസ്. കൂടുതൽ ജാഗ്രത വേണമെന്നും പോലീസ്. വാഗ്ദാനം മാത്രമാണ് ഇടതു സർക്കാരിൽ നിന്ന് 10 വർഷം കേരള ജനതയ്ക്ക് ലഭിച്ചതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. തൊഴിലാളികൾ അടച്ച അംശാദായം പോലും അടിച്ചുമാറ്റിയ സർക്കാരാണ് കേരളത്തിലേതെന്നും DCC അധ്യക്ഷൻ. 18 മാസത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ട് BNRWF INTUC നടത്തുന്ന രാപ്പകൽ സമരം പാലക്കാട്ട്. വിവിധയിടങ്ങളിൽ വാഹനാപകടം. കുന്നംകുളം കൂനമൂച്ചി റോഡിൽ ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിലിടിച്ച ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പാലപ്പുറത്ത് ട്രാവലറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. വാരണാകുറിശിയിലുണ്ടായ വാഹനാപകടത്തിൽ 8ഓളം പേർക്ക് പരിക്ക്. അപകടം ജീപ്പും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച്. വാർത്തകൾ വിശദമായി. പാലക്കാട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ അപ്രതീക്ഷിത നീക്കവുമായി CPIM. പ്രമുഖ ഹോട്ടൽ വ്യവസായി NMR റസാഖിനെ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി. BJPയും കോൺഗ്രസും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലത്തിൽ ഒരു പൊതുസമ്മതനെ നിർത്തി വിജയസാധ്യത വർദ്ധിപ്പിക്കാനാണ് CPMന്റെ നീക്കം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട സാഹചര്യത്തിലാണ് CPM പുത്തൻ തന്ത്രങ്ങൾ മെനയുന്നത്. പാർട്ടി ചിഹ്നത്തിന് പുറമെ ഒരു സ്വതന്ത്രനെ നിർത്തിയാൽ കൂടുതൽ നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് നേതൃത്വം കരുതുന്നു. ഹോട്ടൽ വ്യവസായ രംഗത്തെ പ്രമുഖനായ റസാഖിന് മണ്ഡലത്തോടുള്ള സ്വാധീനവും പ്രവാസി മേഖലയിലുള്ള ബന്ധങ്ങളും ഗുണകരമാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. UDFും LDFും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ LDF ഇത്തവണ ശക്തമായ സാന്നിധ്യമാകാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ P സരിനെ പോലുള്ളവരെ പരീക്ഷിച്ചിരുന്നുവെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ വോട്ടുകളും വ്യാപാരികളുടെ പിന്തുണയും ഒരുപോലെ ഉറപ്പാക്കാൻ റസാഖിനെ പോലൊരു വ്യക്തിയെ CPM തേടുന്നത്. ചർച്ചകൾ കഴിഞ്ഞു എന്ന് പറയാനായില്ല. ചർച്ചയ്ക്ക് വിളിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്ന് വിളിച്ചപ്പോൾ വന്നതാണ്. 2-3 പേരെ അവർ പരിഗണിക്കുന്നുണ്ട്. അതിലൊരു സ്ഥാനം നമുക്കും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി വലിയ പാർട്ടിയുടെ കമ്മിറ്റികളിൽ വെച്ച് തീരുമാനിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കണം പറഞ്ഞത്. മേൽ കമ്മിറ്റികളിലേക്ക് കൂടി കൊടുക്കുന്നത് അതൊക്കെ കൊടുത്തിട്ട് ഞാൻ സമ്മതം നില 1-2 കാര്യങ്ങൾ നമ്മൾ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടി അന്തിമ തീരുമാനം മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്വതന്ത്രമാണ്. അതിലേക്ക് എത്തിയിട്ടില്ല. അത്രയ്ക്ക് ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല ചർച്ചയ്ക്ക്. കാരണം അവർ ഒരുപാട് പേരെ പരിഗണിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. പൊതുവെ ഒരു ചിത്രം ഉണ്ടായിരുന്ന NMR റസാഖ് ഒരു കോൺഗ്രസ് മുഖമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ LDFിലേക്ക് പെട്ടെന്ന് ഒരു ചേക്കാറ് അത് എനിക്ക് അറിയില്ല. ഒരുപക്ഷെ എൻ്റെ ഡ്രസ്സ് എപ്പോഴും ഞാൻ വെള്ളയും ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനൊക്കെ എല്ലാവരുമായിട്ട്. കാരണം നമ്മളൊരു കച്ചവടക്കാരനാണ്. നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നത്. ഞാൻ അങ്ങനെ ഒരു കച്ചവടത്തിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ. എൻ്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം വളരെ സൗഹാർദ്ദമായി ബന്ധമുണ്ട്. എല്ലാ പാർട്ടികളിലേക്കും ഈ ഇടതുപക്ഷത്തിൻ്റെയും പിന്നെ ഐക്യമുന്നണിയുടെയും BJPയുമായിട്ട് എല്ലാ നേതാക്കളുമായിട്ട് നല്ല ബന്ധങ്ങൾ, അവർ അണികളുമായിട്ട് ഇവരൊക്കെയാണല്ലോ എന്നെ വളർത്തിയത് പാലക്കാട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPIയിൽ നിന്ന് പുറത്താക്കിയ നാട്ടിക MLA CC മുകുന്ദൻ BJPയിൽ ചേർന്നു. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ചു. CC മുകുന്ദനെ BJPയുടെ നെഞ്ചോട് ചേർക്കുന്നുവെന്ന് BJP വക്താവ് NN രാധാകൃഷ്ണൻ പറഞ്ഞു. BJP നേതാവ് രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, KK അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് CC മുകുന്ദനെ മാലയിട്ട് സ്വീകരിച്ചു. തീർച്ചയായും
അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിന് നാട്ടിക തുടക്കം കുറിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചേരാൻ പോകുന്ന ആളുകളുടെ പ്രേരണാ സ്രോതസ്സായി അദ്ദേഹത്തെ ശ്രീമാൻ മുകുന്ദൻജിയെ ഞാൻ കാണുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി എന്നോടൊപ്പം അണിചേർന്നിട്ടുള്ള ശ്രീമാൻ ഗോപാലകൃഷ്ണൻജി, ശ്രീമാൻ അനീഷ് ജി, അതേപോലെ തന്നെ ശ്രീമാൻ ജസ്റ്റിൻ ജി, ഹരി ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരുടെ അനുമതിയോടുകൂടി അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. CC മുകുന്ദനെ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് BJP നീക്കം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. BJP രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണെന്ന് CPIയിൽ നിന്നും പുറത്താക്കുകയും നിലവിൽ BJP അംഗത്വം എടുത്ത CC മുകുന്ദൻ BJPയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും BJPയുടെ കൂറ് പുലർത്തി മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യമെന്നും CC മുകുന്ദൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നപ്പോൾ തന്നോട് കാശ് ചോദിച്ച CPM-കാർ ഉണ്ടെന്നും അവരുടെ പേരുകൾ വരും ദിവസങ്ങളിൽ എണ്ണി പറയുമെന്നും CC മുകുന്ദൻ കൂട്ടിച്ചേർത്തു. ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ടും മറ്റുള്ളതൊന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളൊരു പ്രസ്ഥാനം. അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കേട്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഈ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്നെ സ്വീകരിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് മത്സര പോരാട്ടത്തിൽ നാട്ടികയിൽ വെച്ച് കാണുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എൻ്റെ മനസ്സിലുള്ളത്. നെന്മാറ MLA K. ബാബു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കി LDF സ്ഥാനാർത്ഥി K. പ്രേമൻ. നെന്മാറ ഇടതുകോട്ടയാണെന്നും ആര് LDF സ്ഥാനാർത്ഥിയായാലും ജയിക്കുമെന്നും K. പ്രേമൻ. ടേം വ്യവസ്ഥ ബാധകമാക്കിയതോടെയാണ് 2 വട്ടം MLA ആയ K. ബാബുവിന് സീറ്റ് നിരസിച്ചത്. നെന്മാറ ഇടതുകോട്ടയാണെന്നും ആര് മത്സരിച്ചാലും ജയിക്കുമെന്ന് K. പ്രേമൻ പറഞ്ഞു. നെന്മാറയിൽ LDF 2 വട്ടം സ്ഥാനാർത്ഥിയായി വിജയിച്ച് K. ബാബുവിന് 1 വട്ടം കൂടി അവസരം കൊടുക്കണമെന്ന വാദം പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തിയെങ്കിലും CPM ടേം വ്യവസ്ഥ ബാധകമാക്കുകയായിരുന്നു. ഇതോടെയാണ് CPM കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി പ്രേമൻ LDF സ്ഥാനാർത്ഥിയായത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന LDF സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തിയ സമയം MLA K. ബാബുവിനെ കാണാതിരുന്നതാണ് അണികളിൽ ആശങ്കയുയർത്തിയത്. ഇതിനിടയിൽ K. ബാബുവുമായി UDF നേതൃത്വം ചർച്ച നടത്തിയതായ വിവരം പുറത്തുവന്നു. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ ബാബു തയ്യാറായിട്ടില്ല. നെന്മാറ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭൂരിപക്ഷം പഞ്ചായത്തുകളും 2 ബ്ലോക്ക് പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. നെന്മാറ മണ്ഡലം ഇടതിന് അടിത്തറുള്ള മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ബൂത്ത് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവ നേരത്തെ തന്നെ സജീവമാക്കി വിജയം ഉറപ്പാണെന്നും പ്രേമൻ പറഞ്ഞു. അത് എല്ലാ അർത്ഥത്തിലും കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ, തൊഴിലാളികൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ, ചെറുകിട വ്യാപാര വ്യവസായ സംരംഭങ്ങൾ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ സംരംഭങ്ങൾ, അതുപോലെ തന്നെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക ഇടപെടലുകൾ, അതിൻ്റെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്, ടൂറിസം മേഖലയിൽ അതീവ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നെന്മാറ മണ്ഡലം. അത് കൊല്ലങ്കോടായാലും ശരി, നെന്മാറയായാലും ശരി, നെല്ലിയാമ്പതിയും പറമ്പിക്കുളവും കൊടുവായൂരും ഉൾപ്പെടെ വൈവിധ്യപൂർണമായ ഒട്ടേറെ വിവിധ വശങ്ങൾ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ അതിന് ഊന്നൽ നൽകുമെന്നുകൂടി അറിയിക്കുകയാണ്. എന്തായാലും ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളുടെ പിന്തുണയോടുകൂടി നമ്മളൊന്നായി ചെയ്യുമെന്ന വാക്കാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾക്ക് സമർപ്പിക്കാൻ. കുറഞ്ഞ ദിവസമായി എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാപരമായ കെട്ടുറപ്പ് പ്രവർത്തനങ്ങൾ നാളുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താഴെ ബൂത്ത് തലം മുതലുള്ള കമ്മിറ്റികൾ രൂപീകരിക്കലും പ്രവർത്തനങ്ങളും ആരംഭിച്ചു എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ആവലാതികളൊന്നുമില്ല, അല്ലെങ്കിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അതെല്ലാം ഒരു പ്രതീകാത്മകമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരാൾ സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരാണ്, തൊഴിലാളികളാണ്, സഖാക്കളാണ്, പൊതുജനങ്ങളാണ്. അവരെന്നേ തയ്യാറായി കഴിഞ്ഞു. അതുകൊണ്ട് യാതൊരുവിധ ആശങ്കയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ യുദ്ധം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ക്രൈസ്തവർക്ക് വേണ്ടി സീറ്റ് വിറ്റു എന്ന പോസ്റ്ററുകൾ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും NP വിൻസെന്റും ആപത്താണെന്നും പോസ്റ്ററിൽ പറയുന്നു. മുൻ മേയർ രാജൻ പല്ലൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത ഏറിയതോടെയാണ്
പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് തൃശൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പ്രചരണം. പ്രസ് ക്ലബ്ബ് റോഡിലും DCC ഓഫീസിന് സമീപത്തുമാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുൻ MLA TV ചന്ദ്രമോഹനെയും ഡെപ്യൂട്ടി മേയർ A പ്രസാദിനെയും ഉൾപ്പെടെയുള്ള പേരുകൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ DCC നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിച്ച അവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ അർദ്ധരാത്രിയോടെ 2 പേർ എത്തി പോസ്റ്റർ പതിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. ഒരാൾ ഹെൽമറ്റ് വെച്ചും രണ്ടാമത്തെയാൾ മാസ്ക് ധരിച്ചുമാണ് പോസ്റ്റർ പതിക്കാൻ എത്തിയത്. സേവ് കോൺഗ്രസിന്റെ പേരിലായിരുന്നു പോസ്റ്ററുകൾ. സംസ്ഥാനത്ത് തുടർഭരണമുണ്ടാകുമെന്ന് ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേലക്കരയിൽ ഇത്തവണയും LDF വിജയിക്കുമെന്നും നിരവധി വികസന പ്രവർത്തനങ്ങൾ MLA എന്ന നിലയിൽ ചെയ്തു കഴിഞ്ഞതായും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ടെന്നും UR പ്രദീപ് പറഞ്ഞു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും MLA കൂട്ടിച്ചേർത്തു. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ റോഡ് ഷോയും ചേലക്കരയിൽ സംഘടിപ്പിച്ചിരുന്നു. ഇതുവഴി കടന്നു വരികയാണ് ഈ നാടിന്റെ സമഗ്ര വികസനത്തിന് നവകേരളത്തിലേക്കുള്ള യാത്രയിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് കരുത്ത് പകരണമെന്ന് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. സമഗ്ര വികസനത്തിന് നായകത്വം വഹിച്ച ജനനേതാവ് ഈ ഗതിയിൽ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുകയാണ്. നവകേരളത്തിലേക്കുള്ള യാത്രയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്ത് പകരണം. നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ ചെയ്തു തീർത്തുവെന്നും ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും വീണ്ടും ചേലക്കര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി എത്തിയ പ്രഖ്യാപനം പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്നും ഇന്നും തന്നെ പറയാനുള്ളത്, ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുക. ഇനി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്ന വാക്കും ശക്തമായി അധികാരത്തിൽ വന്നതിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുക എന്ന് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിലയ്ക്ക് പറയാനുള്ളത്. വോട്ട് ആവോ ഇല്ലേ എന്നല്ല, കൊടുത്ത വാക്ക് വളരെ കൃത്യമായി പാലിക്കുക എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. അത് എന്താ വേണ്ടത്? പുതിയ തലമുറകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിനകത്ത് ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പഠിക്കാനും അവർക്ക് വളരാൻ വേണ്ടിയുള്ള സാഹചര്യം ഇവിടെ തന്നെ ഒരുക്കണമെന്ന്. കാർഷിക മേഖലയിലും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് കാർഷിക മേഖലയിൽ ആനയും എല്ലാം വന്ന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. അതിനൊരു പരിഹാരം നമുക്ക് ഭാവിയിൽ കാണാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താം. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എല്ലാം എടുത്തിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മാനിഫെസ്റ്റോയിലൂടെ. LDF ചെയർമാൻ PA ബാബു, KV നഫീസ, ശ്രീകുമാർ, ഘടകകക്ഷി നേതാക്കളായ ഷാജി ആനിത്തോട്ടം, RV ജോസ്, PN ഗോകുലൻ, മറ്റു നിരവധി നേതാക്കളും സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചേലക്കര. ഷൊർണൂരിൽ മോഷ്ടാക്കൽ വിലസുന്നു. ഷൊർണൂർ ചുടുവാലത്തൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന അമ്മയുടെയും മകളുടെയും കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലകൾ മോഷണം പോയി. 2.5 പവൻ സ്വർണ്ണാഭരണമാണ് മോഷണം പോയിരിക്കുന്നത്. കരുവാൻകുന്നത്ത് വീട്ടിൽ മാലതിയുടെ വീട്ടിലാണ് മോഷണം. ഷൊർണൂർ പോലീസ്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തി. ഷൊർണൂർ മേഖലയിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെ ചുടാലത്തൂരിലെ കരുവാൻകുന്നത്ത് മാലതിയുടെ വീട്ടിലാണ് 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. വീടിന്റെ അടുക്കള വശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കിടന്നിരിക്കുന്നത്. മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന മാലതി, മകളായ ഉഷ എന്നിവരുടെ കഴുത്തു നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നത്. മാലതിയുടെ 1.5 പവൻ മാലയും മകളുടെ 1 പവൻ മാലയുമാണ് മോഷണം പോയിരിക്കുന്നത്. കഴുത്തിൽ നിന്നും മാല മോഷ്ടിക്കുന്നത് കണ്ട ഉടനെ തന്നെ ഉഷ മോഷ്ടാവിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും കുതറി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. 2 മോഷ്ടാക്കൾ ഉണ്ടെന്നും പറയുന്നു. സ്വർണ്ണ ആഭരണങ്ങൾക്ക് പുറമെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 1700 രൂപയും മോഷണം പോയിട്ടുണ്ട്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് കൗൺസിലർ പ്രദീപ്, ഷൊർണൂർ CI വിഷ്ണു എന്നിവർ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. രാവിലെ SI അശ്വിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തി. കൂടാതെ ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് എന്നീ വിഭാഗങ്ങളും പരിശോധന നടത്തിയിരുന്നു. നായ മണം പിടിച്ച ശേഷം റോഡിലൂടെ പോയി ചുടുവലത്തൂർ സ്റ്റോപ്പിൽ നിന്നും ആനങ്ങാട്ടുകുളം ഭാഗത്തേക്ക് എത്തി മടങ്ങുകയായിരുന്നു. ഇവിടെ ഒരു വീട്ടിലും മോഷണശ്രമം നടന്നതായി പോലീസ് പറഞ്ഞു. മോഷണ വിവരം അറിഞ്ഞ് രാവിലെ ജനപ്രതിനിധികളായ P മമ്മിക്കുട്ടി MLA, ചെയർപേഴ്സൺ P നിർമ്മല, കൗൺസിലർമാരായ പ്രദീപ്, VK ശ്രീകൃഷ്ണൻ എന്നിവരും വീട്ടിലെത്തിയിരുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് SI അശ്വിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാഗ്ദാനം മാത്രമാണ് ഇടതു സർക്കാരിൽ നിന്ന് 10 വർഷം കേരള ജനതയ്ക്ക് ലഭിച്ചതെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. തൊഴിലാളികൾ അടച്ച അംശാദായം പോലും അടിച്ചുമാറ്റിയ സർക്കാരാണ് കേരളത്തിൽ ഉള്ളതെന്നും DCC അധ്യക്ഷൻ പറഞ്ഞു. 18 മാസത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ട് BNRWF INTUC നടത്തുന്ന രാപ്പകൽ സമരം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാർ ആരംഭിച്ചതും തുടങ്ങിവെച്ചതുമായ ഒറ്റ പദ്ധതി പോലും കേരളത്തിൽ 10 വർഷമായി നടപ്പാക്കിയില്ല.
പദ്ധതി പ്രഖ്യാപനവും ഉദ്ഘാടനവും മാമാങ്കം മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. 10 വർഷം മുമ്പ് എന്തിനെയെല്ലാം എതിർത്തിരുന്നുവോ അതെല്ലാം സ്വന്തമാക്കാനായി PR വർക്കാണ് കേരളത്തിൽ നടക്കുന്നത്. തൊഴിലാളികളുടെ അംശാദായം പോലും വകമാറ്റി ദൂർത്തടിച്ച സർക്കാർ കേരളത്തിലുണ്ടായിട്ടില്ല. തൊഴിലാളി സംരക്ഷണം ഉറപ്പാക്കണമെങ്കിൽ UDF അധികാരത്തിൽ വരണമെന്നും A. തങ്കപ്പൻ പറഞ്ഞു. സാധനങ്ങൾ മുഴുവൻ വില കൂടി, വെജിറ്റബിൾസ്, അരി ഉൾപ്പെടെയുള്ള എല്ലാറ്റിനും വില കൂടി. ഇത് 18 മാസമായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സമരം ചെയ്യും, ഈ പറയുന്ന രാപ്പകൽ സമരം. ഇതിന് സത്യത്തിൽ ജോസ് പറഞ്ഞത് 10 വർഷമായി നിങ്ങൾ നിരന്തരമായി ഓരോ കാര്യങ്ങളിൽ ആവശ്യമായി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, ഇവിടെ സർവീസ് സംഘടനകൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ എല്ലാവരും ഓരോ ആവശ്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ ചോരയില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് ഒരു സമരത്തിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഈ സമരത്തെയൊക്കെ പുച്ഛമായി കണ്ടുകൊണ്ട് അവർ ഭരണത്തിലേറിയപ്പോൾ അവർക്ക് സമരം പറയുന്ന പുച്ഛമായി മാറിയിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ C. ചന്ദ്രൻ, KA. തുളസി, P. ബാലഗോപാൽ, ഭാരവാഹികളായ AP. ഉസ്മാൻ, KX. സേവിയർ, മാലതി കൃഷ്ണൻ, ജോൺ പഴേരി, PV. മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ട്രാവലറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. 8 പേർക്ക് പരിക്കേറ്റു. 2 പേർക്ക് സാരമായി പരിക്കേറ്റു. ലക്കിടി നെല്ലിക്കുറിശി സ്വദേശി 20-കാരനായ അനസിനും ഓങ്ങല്ലൂർ സ്വദേശി 28-കാരനായ അനസ് എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. ബാക്കി 5 പേർ ലക്കിടി ഗേറ്റ് സ്വദേശികളാണ്. ഒരാൾ ഓങ്ങല്ലൂർ സ്വദേശിയുമാണ്. കുന്നംകുളം പോർക്കളയങ്ങാട് കൂരമൂച്ചി റോഡിൽ ഓട്ടോറിക്ഷ വൈദ്യുതി തുടിയിലിടിച്ച് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പോർക്കളയങ്ങാട് സ്വദേശി ഇല്ലിയാസാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 11:20 അപകടമുണ്ടായത്. ഞായറാഴ്ച രാത്രി 11:20 അപകടം. ഇറക്കവും വളവുമുള്ള ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട് വൈദ്യുത തുടിയിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷ ഇല്ലിയാസിന്റെ ശരീരത്തിലേക്കാണ് വീണത്. നാട്ടുകാർ ഉടൻ ഇല്ലിയാസിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് കേസെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടനാകുറിശി സ്കൂളിന് മുൻവശം വാഹനാപകടം. ജീപ്പും പിക്കപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 8ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ വിവിധ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തേടി. ഷൊർണൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വാടനാകുറിശി ഗവൺമെൻറ് LP സ്കൂളിന് മുൻവശം വളവ് ഭാഗത്തായി വാഹനാപകടമുണ്ടായത്. ജീപ്പും പിക്കപ്പും കൂട്ടിയിടിച്ചാണ് അപകടം. തൃശ്ശൂരിൽ നിന്നും നിലമ്പൂർ എടക്കരയിലേക്ക് പോകുകയായിരുന്ന പിക്കപ്പും ഓങ്ങല്ലൂർ ഭാഗത്തു നിന്നും കുമ്പാരംകട്ടിയിലേക്ക് പോകുകയായിരുന്ന ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ജീപ്പിൽ സഞ്ചരിച്ചിരുന്നവർ കുമ്പാരംകട്ടിയിലെ ഒരു കുടുംബ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. പിക്കപ്പിലെ ഡ്രൈവറായ എടക്കര സ്വദേശി സുനിൽ, സഹായി എടക്കര സ്വദേശി നിതീഷ് എന്നിവരും ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഒരു കുടുംബത്തിൽപ്പെട്ടവരുമായ 8ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ അൽഷിഫ ആശുപത്രിയിലും വാണിയംകുളത്തെ PK ദാസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. പിക്കപ്പ് വാനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് വിവരം. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് TB റോഡിനെയും ടൗൺ ബസ് സ്റ്റാൻഡിനെയും ബന്ധിപ്പിക്കുന്ന യന്ത്രപ്പടി ദിവസങ്ങളായി നിശ്ചലമായതിൽ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധം. പാലക്കാട് നഗരസഭയുടെ അധീനതയിൽ 6 കോടി രൂപ ചെലവഴിച്ച് GB റോഡിൽ പണിത യന്ത്രഗോവണി ചവിട്ടുപടിയായി പ്രവർത്തിക്കുന്നതിനെതിരെ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. മുനിസിപ്പൽ ഭരണം BJP ഭരണം തുലയട്ടെ. പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില സ്ത്രീകൾ ഞങ്ങളുടെ വന്ന് പരാതി പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഒരാഴ്ചത്തോളമായി ഇത് വർക്ക് ചെയ്യുന്നില്ല. കൂടാതെ മിക്ക ദിവസങ്ങളിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് 2-3 മണിക്കൂർ ഇവർ ഓഫ് ചെയ്തിട്ട് പോകാറുണ്ട്. ഇതിന് സമയത്തിന് സർവീസ് കൊടുക്കുന്നില്ല. ഓയിൽ മാറ്റണമെന്നാണ് ഈ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കിയത്. അതിനുള്ള ഫണ്ട് അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അഴിമതി മാത്രമാണ് നടക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ വഴി യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ചിട്ട് ഇരുട്ടായി കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷം നമ്മൾക്ക് ഈ എസ്കലേറ്റർ തകരാറിലായതോടുകൂടിയിട്ട് ആ വഴിക്കാണ് യാത്ര ചെയ്യുന്നത്. ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് B. മോഹൻ ബാബു, നഗരസഭാംഗങ്ങളായ M. പ്രശോഭ്, K. പ്രതിഭ, നേതാക്കളായ V. ആറുമുഖൻ, C. നിഖിൽ, ചന്ദ്രൻ യാക്കര, ലക്ഷ്മണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ S. സേവിയർ, SM. താഹ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വാർഡിലെ കിടപ്പ് രോഗികൾക്കും നിർധനരായ കുടുംബങ്ങൾക്കും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ SJN നജീബ് ബിരിയാണി കിറ്റുകൾ വിതരണം ചെയ്തു. 100ഓളം വരുന്ന കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത്. ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ ഇദ്ദേഹം 4ാമത്തെ വർഷമാണ് ബിരിയാണി കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ജീവകാരുണ്യ പ്രവർത്തകനും ജനപ്രതിനിധിയുമായ ഇദ്ദേഹം 4 വർഷമായി പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു. നിലവിൽ പഞ്ചായത്തിൽ നിന്നും ലഭിച്ച 2 മാസത്തെ ഓണറേറിയം ഉപയോഗിച്ചാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. ഏകദേശം 100ഓളം കുടുംബങ്ങൾക്കാണ് ബിരിയാണി കിറ്റുകൾ അവരുടെ വീടുകളിലെത്തി നൽകിയത്. ജാതി മതഭേദമന്യേ എല്ലാ വീടുകളിലും പോയാണ് കിറ്റ് വിതരണം നടത്തിയത്. തൻ്റെ വാർഡിലെ മുഴുവൻ നിർധന കുടുംബങ്ങളും പെരുന്നാൾ ആഘോഷിക്കാതെ ഇരിക്കരുതെന്നും നാം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരും വീട്ടിൽ ആഘോഷമില്ലാതെ കിടക്കരുത് എന്ന ഉദ്ദേശമാണ് മനസ്സിലുള്ളതെന്നും നജീബ് പറഞ്ഞു. ഇവ കൂടാതെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നജീബ് ചെയ്തു വരുന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ആദ്യ വിതരണം നിർവഹിച്ചു. നജീബിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദിച്ചു. ഈ ജനപ്രതിനിധി മാതൃകയാണെന്നും പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇദ്ദേഹം ജനങ്ങൾക്കിടയിലുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇതിനു മുമ്പും പഞ്ചായത്ത് മെമ്പറായിട്ട് കഴിഞ്ഞ ഡിസംബറിലാണ് 2020 ഡിസംബറിലാണ് മെമ്പറായത്. ഇതിനു മുൻപും കഴിഞ്ഞ കാലങ്ങളിൽ റംസാനായാലും അതുപോലെ തന്നെ ഓണമായാലും മറ്റു കാര്യങ്ങൾ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ വളരെ പാവപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ള അല്ലെങ്കിൽ അവരെ കൂടി നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ എന്ന് പറയുന്ന ഓണമായാലും വിഷുവായാലും റംസാൻ മാസത്തിലായാലും പാവപ്പെട്ടവരുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള 4ാം വാർഡിന്റെ മെമ്പറായിട്ടുള്ള വാർഡംഗം SJN നജീബ് അധ്യക്ഷത വഹിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങളായ V ഹരിദാസ്, അബു താഹിർ പീടികയിൽ, NS അംസ, ഹമീദ് അത്തിക്കൽ, P ഉണ്ണികൃഷ്ണൻ, ശ്രീലത, സബിത, രാധാകൃഷ്ണൻ, അനസ്, A ഷഫീഖ്, സ്വപ്ന, ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ പഠന ക്യാമ്പ് ചെറുതുരുത്തി നീള ബോട്ട് ക്ലബ്ബിൽ റിങ്സൺ വർഗീസ് ഹാളിൽ ഈ മാസം 29-30 തീയതികളിൽ നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി യോഗം ചേലക്കര വായനശാലയിൽ നടന്നു. ചേലക്കര CCV ഡയറക്ടർ റിങ്സെന്റിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നതിനു ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. KJU തൃശൂർ ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ക്യാമ്പിന് റിങ്സൺ വർഗീസ് നഗർ എന്ന് നാമകരണം ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിർദ്ദേശം നിങ്ങളുടെ മുന്നിൽ. അതുപോലെ തന്നെ സംഘടനയിൽ ഇപ്പോൾ നമ്മൾ നിരവധി കാലമായിട്ട് പലർക്കും പല ആശങ്കകളും ഇതൊക്കെ ഉണ്ട്. പലപ്പോഴും പറയാനും നമ്മുടെ സംഘടന കൊണ്ടൊരു പ്രത്യേകിച്ച് ഗുണകര അല്ല എന്നുള്ള രീതിയിലേക്കുള്ള തരത്തിലുള്ള സംശയങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മുടെ സംഘടന മനഃപൂർവ്വം മനസ്സിലാക്കി നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ 10 വർഷമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ക്ഷേമനിധിയെക്കുറിച്ചുള്ള നിവേദനങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുള്ളൂ. ഈ നിലനിൽക്കുന്ന ഒരു സർക്കാർ അതിന് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യം. ചേലക്കര മേഖലാ പ്രസിഡന്റ് സിബി OS അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സ്റ്റാലി K സാമുവൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി, സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് താടിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി സജി ജോസഫ് സ്വാഗതവും ട്രഷറർ V മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. 2026 മാർച്ച് 29-30 തീയതികളിലായി ചെറുതുരുത്തി നീള ബോട്ട് ക്ലബ്ബ് റിംഗ് വർഗീസിന്റെ നാമകരണം ചെയ്യപ്പെട്ട ഹാളിലാണ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലയിലെ 9 മേഖലകളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ക്യാമ്പിൽ പങ്കെടുക്കും. KJU ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ സംഘാടക സമിതി ചെയർമാനായും ജനറൽ കൺവീനറായി മണി ചെറുതുരുത്തിയും വൈസ് ചെയർമാനായി സുബിൻ ചെറുതുരുത്തി, മനോജ് തൈക്കാട്ടിൽ, ജോയിൻറ്റ് കൺവീനറായി സിബി OS, സജി ജോസഫ്, ട്രഷറർ V മണികണ്ഠൻ, പബ്ലിസിറ്റി കൺവീനറായി സ്റ്റാലി K സാമുവൽ, M അരുൺകുമാർ, കമ്മിറ്റി അംഗങ്ങളായി TB മൊയ്തീൻകുട്ടി, സിജി ഗോവിന്ദ്, CP ഷനോജ്, വിബിക്സ് കുര്യാക്കോസ്, അബു താഹിർ എന്നിവരെ സംഘാടക സമിതി ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തോലന്നൂർ പൂതമണ്ണിൽ ശിവൻ വെളിച്ചപ്പാടിൻ്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള കൊടുങ്ങല്ലൂർ വണ്ടിയാത്ര മാർച്ച് 19 വിപുലമായ പരിപാടികളോടെ നടക്കും. അന്നേ ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം അന്നദാനവും ഉണ്ടായിരിക്കും. രാവിലെ 5 നട തുറക്കൽ, 6 പ്രഭാത പൂജ, 6:30 നിറമാല, രാവിലെ 7 നിവേദ്യം, 7:30 ഗുരുതി പൂജ, 8 മണിക്ക് തായമ്പക, 9 മണി മുതൽ ശിങ്കാരിമേളം, 9:30 ആട് വഴിപാട്, രാവിലെ 10 മുതൽ പാണ്ടിമേളം, 10:30 മുതൽ മുത്തിക്ക് മാല വഴിപാട്, 11 മണിക്ക് പഞ്ചാരി മേളം, തുടർന്ന് വിപുലമായ തോതിൽ അന്നദാനവും എന്നിവയുണ്ടാകും. ഉച്ചയ്ക്ക് 1 മണി മുതൽ
വെളിച്ചപ്പാട് സംഘം വന്നു ചേരൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 2 വരെ ഭരണിപ്പാട്ട് എന്നിവയ്ക്ക് ശേഷം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആന, ശിങ്കാരിമേളം, പാണ്ടിമേളം, പഞ്ചവാദ്യം, പമ്പമേളം, തമ്പോലമേളം, തായമ്പക, മാലാഗ ഡാൻസ്, പൂമ്പാറ്റ ഡാൻസ് എന്നിവയുടെ അകമ്പടിയോടെ കൊടുങ്ങല്ലൂർ ഭരണിക്കാവിലേക്ക് യാത്ര പുറപ്പെടുന്നതാണെന്നും അന്നദാനത്തിലും മറ്റു പരിപാടികളിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്നും ശിവൻ വെളിച്ചപ്പാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമസ്കാരം. കൊടുങ്ങല്ലൂർ ഭരണിയാത്ര മാർച്ച് 19 വ്യാഴാഴ്ച കൊടുങ്ങല്ലൂർക്ക് ഭരണിയാത്ര പുറപ്പെടുകയാണ്. സ്നേഹപൂർവ്വത്തോടുകൂടി എല്ലാ ഭക്തജനങ്ങളിലും അന്നദാനത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ചിങ്കാരിമേളം, ചെണ്ടമേളം, ചരക ഡാൻസ്, മാലാക ഡാൻസ്, ആന എല്ലാ അകമ്പടിയോടുകൂടി കൊടുങ്ങല്ലൂർ ഭരണിക്കാവിലേക്ക് യാത്ര പുറപ്പെടുന്നു. സ്നേഹപൂർവ്വത്തോടുകൂടി എല്ലാ ഭക്തജനങ്ങളിലും അന്നദാനത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായിൽ മുസ്ലിം പള്ളിക്കകത്തെ സമൂഹ നോമ്പുതുറ ആശയവൈവിധ്യങ്ങളുടെ സംഗമവേദിയായി. കോട്ടായി ഓടന്നൂർ ജമാഅത്ത് മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷം തോറും സമൂഹ നോമ്പുതുറ പള്ളിയിൽ നടക്കാറുണ്ട്. അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുത്ത മാർട്ടിൻ ലൂതർ കിങ് അവസാനം മഹാത്മാഗാന്ധിയെ പോലെ വെടിയേറ്റ് വരികയാണ് ചെയ്തത്. മാർട്ടിൻ ലൂതർ കിങ് ഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാറുള്ളത്, മറ്റു നാടുകൾക്കൊക്കെ പോകുമ്പോൾ എനിക്കത് ഒരു രാജ്യത്തിന്റെ സന്ദർശനം മാത്രമാണ്. പക്ഷേ ഭാരതത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അതെനിക്കൊരു തീർത്ഥാടനമാണ്, ഒരു പുണ്യനാട്ടിലേക്കുള്ള ഒരു പ്രവേശനമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടെ നാടാണ്. മനുഷ്യന്റെ ജാതിയുടെയും മതത്തിന്റെയും അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന് പറയുന്ന ഗാന്ധിയൻ ദർശനത്തിന്റെ ഒരു രാജ്യമായതുകൊണ്ട് അതിനെ ഞാൻ വളരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സമൂഹ നോമ്പുതുറ ചടങ്ങിൽ മൗണ്ട് സീന സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിലർ AP അബ്ദുൽ നാസർ ഇഫ്താർ സന്ദേശം നൽകി. LP ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ, പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ V ബാബു, പഞ്ചായത്ത് അംഗം വിനു പ്രസാദ്, ആധാരമെഴുത്ത് അസോസിയേഷൻ ഭാരവാഹി ജഗദീഷ്, കോട്ടായി അപ്പുണ്യേട്ടൻ വായനശാല സെക്രട്ടറി KA അജേഷ് മാസ്റ്റർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റ് പ്രസിഡന്റ് അനിൽ പ്രകാശ്, ഭാരവാഹി ഉദയപ്രകാശ്, കോട്ടായി സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മസ്ജിദ് പ്രസിഡന്റ് VP സുലൈമാൻ സ്വാഗതവും ജമാഅത്തെ ഇസ്ലാമി ഓടന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് AP അഷറഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുണ്ടൂരിൽ ട്രിപ്പിൾ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. മുണ്ടൂർ TNS ഹാളിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ 100ഓളം പേർ പങ്കെടുത്തു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാംദാസ് ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുരേഷ് മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. ബോഡി ബിൽഡേഴ്സിൽ ഗോൾഡ് മെഡൽ നേടിയ മിസ് പാലക്കാട് അപർണയെയും സബ് ജൂനിയറിൽ ഗോൾഡ് മെഡൽ നേടിയ ഫഹദിനെയും ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK ദേവദാസ്, സന്തോഷ് സങ്കേതം, സംഘടനാ രക്ഷാധികാരി V ലക്ഷ്മണൻ, OC ശിവൻ, ബ്ലോക്ക് അംഗം VM ഉണ്ണികൃഷ്ണൻ, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സമൂഹ നോമ്പുതുറയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SNDP യോഗം കല്ലൂർ ശാഖ വാർഷിക പൊതുയോഗം കല്ലൂരിൽ നടന്നു. പാലക്കാട് വെസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് എടത്തര രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് വെസ്റ്റ് യൂണിയൻ വൈസ് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. TC സുരേഷ് ബാബു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. സുമേഷ് കളത്തിങ്കൽ, സുമേഷ് ചാത്തക്കുളം, KV രാമകൃഷ്ണൻ, P മുരളീധരൻ, TB പ്രശാന്ത്, PK സുരേഷ്, KM പ്രദീപ്, VK ശിവകുമാർ, പ്രശാന്ത് ചാത്തുകണ്ടം, സുശീല ഉണ്ണികൃഷ്ണൻ, K ശലീജ, കിഷോർ ശാന്തി എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ചർച്ച എന്നിവയും നടന്നു. ശാഖാ സെക്രട്ടറി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികൾ AC ആറുമുഖൻ പ്രസിഡന്റ്, PA ഗോപാലൻ വൈസ് പ്രസിഡന്റ്, AV രവി സെക്രട്ടറി, PL രാധാകൃഷ്ണൻ UC മെമ്പർ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇനി മാറ്റുള്ളി. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പലയിടങ്ങളിലും റോഡ് ഷോകളും ഉൾപ്പെടെ പ്രചരണങ്ങൾ തുടങ്ങിയിരിക്കുന്നു. LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം കഴിഞ്ഞെങ്കിലും ഇതുവരെ UDF BJP എന്നിവയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല. ഇത്തവണ കേരളം ആര് ഭരിക്കും? പ്രതികരണങ്ങളിലേക്ക്. ഇത്തവണ കേരളത്തിൽ 100-ൽ കൂടുതൽ സീറ്റുകളുമായി LDF അധികാരത്തിലേക്ക് വരും. കാരണം ഒറ്റ ദിവസം കൊണ്ടാണ് 150 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. തന്നെയുമല്ല, മികവറ്റ സ്ഥാനാർത്ഥികൾ
പ്രഖ്യാപിച്ച മുഴുവൻ എവിടെ പരിശോധിച്ചാലും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും മികവറ്റ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ 100-ൽ മുകളിൽ സീറ്റുകളിൽ LDF വിജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഏപ്രിൽ 9-ന് കേരള നിയമസഭയുടെ മറ്റൊരു ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മേൽക്കൈ നേടുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതിന് വിപരീതമായി ഒരു 3ാം തവണ LDF അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനവും കഴിഞ്ഞ 5 വർഷമായി LDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മറ്റും വളരെ നല്ല രീതിയിൽ LDF നടത്താറുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി അത് തന്നെയാണ്. അവരിങ്ങനെ കാത്തുവെപ്പിക്കും, ജനങ്ങളെ കാത്തിരിപ്പിക്കും. എന്നിട്ട് അവർ കഴിയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം അവസാന സമയത്ത് കാഴ്ചവെക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കാലത്തിന് വിപരീതമായി പല ഇടങ്ങളിലും 50% ഇടങ്ങളിൽ ഇപ്പം തന്നെ UDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ ഇലക്ഷൻ തീർച്ചയായും അത് UDFനുള്ള മേൽക്കോയ്മയായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. വിവിധ മണ്ഡലങ്ങളിൽ പ്രചരണങ്ങൾക്ക് തുടക്കം. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വിവാദം. പ്രമുഖ ഹോട്ടൽ വ്യാപാരി NMR റസാഖ് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. പൊതുസമ്മതരെ നിർത്തി വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ CPM. CPIയിൽ നിന്ന് പുറത്താക്കിയ CC മുകുന്ദൻ BJPയിൽ ചേർന്നു. നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയായേക്കും. BJP പാവപ്പെട്ടവർക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണെന്ന് CC മുകുന്ദൻ. CC മുകുന്ദനെ BJPയുടെ നെഞ്ചോട് ചേർക്കുന്നുവെന്ന് BJP വക്താവ് MN രാധാകൃഷ്ണൻ. നെന്മാറ MLA CPMലെ K ബാബു UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കി LDF സ്ഥാനാർത്ഥി K പ്രേമൻ. നെന്മാറ ഇടതുകോട്ടയാണെന്നും LDFിൽ ആര് മത്സരിച്ചാലും ജയിക്കുമെന്നും K പ്രേമൻ. തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപ് തന്നെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെതിരെ പോസ്റ്റർ യുദ്ധം. ചേലക്കര മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിവെച്ച UR പ്രദീപ്. ഇത്തവണയും താൻ വിജയിക്കുമെന്നും സംസ്ഥാനത്ത് LDF തുടർഭരണമുണ്ടാകുമെന്നും UR പ്രദീപ്. ഷൊർണൂരിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം. ഷൊർണൂർ ചുടുവാലത്തൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന അമ്മയുടെയും മകളുടെയും കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. 2.5 പവൻ സ്വർണ്ണാഭരണവും 2000 രൂപയും മോഷണം പോയതായി വീട്ടുകാർ. ഷൊർണൂർ പോലീസ് ഫിംഗർ പ്രിന്റഡ്, ഡോഗ് സ്ക്വാഡ് എന്നീ വിഭാഗങ്ങൾ പരിശോധന നടത്തി. ഷൊർണൂർ പോലീസ് SI അശ്വിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഒരു വീട്ടിൽ മോഷണ ശ്രമം നടന്നതായും പോലീസ്. കൂടുതൽ ജാഗ്രത വേണമെന്നും പോലീസ്. വാഗ്ദാനം മാത്രമാണ് ഇടതു സർക്കാരിൽ നിന്ന് 10 വർഷം കേരള ജനതയ്ക്ക് ലഭിച്ചതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. തൊഴിലാളികൾ അടച്ച അംശാദായം പോലും അടിച്ചുമാറ്റിയ സർക്കാരാണ് കേരളത്തിലേതെന്നും DCC അധ്യക്ഷൻ. 18 മാസത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ട് BNRWF INTUC നടത്തുന്ന രാപ്പകൽ സമരം പാലക്കാട്ട്. വിവിധയിടങ്ങളിൽ വാഹനാപകടം. കുന്നംകുളം കൂനമൂച്ചി റോഡിൽ ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിലിടിച്ച ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പാലപ്പുറത്ത് ട്രാവലറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. വാരണാകുറിശിയിലുണ്ടായ വാഹനാപകടത്തിൽ 8ഓളം പേർക്ക് പരിക്ക്. അപകടം ജീപ്പും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.